കർത്താവെ, താങ്ക് യു ലോർഡ് ജീസസ്. താങ്ക് യു ഫോർ ദിസ് ടൈം ദാറ്റ് യു ഗേവ് us ലോർഡ് ടു കം ടു യുവർ പ്രസൻസ്. കർത്താവെ, ഇന്ന് ഞങ്ങൾ പഠിക്കുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ ഫോർ എവർ കർത്താവെ ഒരു വലിയൊരു അനുഗ്രഹമാക്കി തീർക്കണേ. ലെറ്റ്സ് നെവർ ഫർഗെറ്റ് ദിസ് ലോർഡ്. അങ്ങനെ ഈ വചനം ഞങ്ങൾ ഒരിക്കലും മറക്കാൻ ഇടയാകലെ എന്ന് പ്രാർത്ഥിക്കുന്നത്. എല്ലാ ദിവസവും എല്ലാ മിനിറ്റും കർത്താവെ ടു റിമെമ്പർ ദിസ് വേർഡ് കർത്താവെ, അത് ഞങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുവാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എനിക്ക് എല്ലാവരുടെയും കൂടെ ഷെയർ ചെയ്യാനായിട്ട് തന്ന വാക്യം മത്തായി 11:28. നമുക്ക് എല്ലാവർക്കും അത് കാണാതെ അറിയാവുന്ന ഒരു വാക്യമാണല്ലോ. മത്തായി 11:28. ഞാനത് ഇംഗ്ലീഷിലും മലയാളത്തിലും വായിക്കാം. Matthew 11:28. Come to me, all who are weary and heavy laden, and I will give you rest. അതാണ് ആദ്യത്തെ വാക്യം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ. ഞാൻ ഓർക്കായിരുന്നു, ഈ രണ്ട് കാര്യവും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്ത ആരും കാണത്തില്ല. അധ്വാനവും ഉണ്ട്, ഭാരങ്ങളും ഉണ്ട്. അധ്വാനം എന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്മൾ തന്നെ ഒത്തിരി കഷ്ടപ്പെടുക, നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമുക്ക് നമ്മൾ തന്നെ എടുക്കുന്ന ലേബറിങ്, നമ്മൾ തന്നെ ലേബർ ചെയ്യുക. മറ്റേത് ഭാരം ചുമക്കുക. ചിലപ്പം ഭാരം ചുമക്കുന്നത് നമ്മൾ തന്നെ ആയിരിക്കത്തില്ല, വേറെ ആൾക്കാരുടെ ഭാരം നമ്മൾ ചുമക്കേണ്ടി വരുമായിരിക്കും. മറ്റുള്ളവരുടെ അല്ലെങ്കിൽ ചിലർ നമ്മുടെ മേത്തോട്ട് ഇടുന്ന ഭാരങ്ങൾ കാണും. അപ്പൊ ഇത് രണ്ടും ഇല്ലാത്ത ആരും ഈ ലോകത്തിലില്ല. കർത്താവ് അങ്ങനത്തെ ഒരു വാക്കുണ്ട്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായിട്ടുള്ളവരെ എല്ലാവരും. ദാറ്റ് മീൻസ് ഇത് എല്ലാവർക്കും ഉള്ളതാ. നമുക്കറിയാം, അങ്ങനെ അല്ലാത്ത ആരും ഇല്ല. ഞാൻ എന്താ പറയാൻ കാര്യമെന്ന് വെച്ചാൽ, എപ്പോഴും ഹോസ്പിറ്റലില് ഒപ്പിലിരിക്കുമ്പം എല്ലാ ആൾക്കാരും ഓരോരുത്തരായിട്ട് വരുമ്പം ഇല്ലാത്ത ആരും ഇല്ല. അവരുടെ ഇമ്മീഡിയറ്റ് മെഡിക്കൽ പ്രോബ്ലം ഒരു ഭാരമായിരിക്കും. പക്ഷെ അതിനേക്കാട്ടിലും വലിയ ഭാരങ്ങൾ കൊണ്ടാണ് അവർ വരുന്നത്. എത്രയോ ഭാരങ്ങള്. നമുക്ക് ഒത്തിരി സങ്കടം തോന്നുമല്ലേ? ഒരു ചെറിയ കുഞ്ഞ് ഒരു വലിയ ബാഗ് എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ ഇളയ മോള് സ്കൂളിൽ പോകുമ്പോൾ അവളുടെ ബാഗിന് ഒരു 6 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു. 10ലും 11ലും ഒക്കെ ആയിരിക്കും. ഇത് എടുത്തോണ്ട് പോകുന്ന കാണുമ്പോ എനിക്ക് വിഷമം. എനിക്കൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റത്തില്ല, അവൾ തന്നെ എടുക്കേണ്ടി വരത്തുള്ളൂ. അപ്പൊ ഭാരം ചുമക്കുന്നവരുണ്ട്. നമ്മൾ ഇതുപോലത്തെ ഭാരം നമ്മൾ ചുമക്കുമ്പം കർത്താവിന് സങ്കടമാണ്. കാരണം കർത്താവ് അത് ആഗ്രഹിക്കുന്നില്ല. നമ്മളൊന്നും, എന്റെ മോടെ ബാഗ് എടുത്തോണ്ട് എനിക്ക് സ്കൂളിൽ പോകാൻ എനിക്ക് പറ്റത്തില്ല, അവൾ തന്നെ ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ കർത്താവ് നമ്മളോട് പറയുന്നത്, കർത്താവ് പറയുക, എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ. ഞാൻ ആദ്യം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്, എന്തൊക്കെയായിരിക്കും നമ്മുടെ ഭാരം, നമ്മുടെ ചുമതലകൾ അല്ലെ? നമുക്കിപ്പോ ഒരു ദിവസം ഇന്ന കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, ഇന്ന സ്ഥലത്ത് പോകാനുണ്ട്. ചിലപ്പോൾ നമ്മുടെ ഹെൽത്ത് ആയിരിക്കും, നമ്മുടെ ആരോഗ്യക്കുറവ് നമുക്കൊരു ഭാരമായിട്ട് തീരും. അത് നമുക്ക് എല്ലാവരും ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അത് ചിലപ്പം ഒരു പണ്ട് തൊട്ട് ഒത്തിരി വർഷങ്ങൾ കൊണ്ടുള്ള ഒരു അസുഖമായിരിക്കാം. അത് വെച്ച് നമുക്ക് മറ്റുള്ളവർ ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ അതൊരു ഒരു ഹാബിറ്റ് ആയിരിക്കും, നമുക്കത് മാറ്റാൻ പറ്റുന്നില്ല, അതൊരു ഭാരമായിട്ട് തീരും. ഫിനാൻഷ്യൽ, ചിലപ്പോൾ നമുക്ക് ഒത്തിരി പൈസ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ പൈസ കടം അടയ്ക്കാനുണ്ട്. ഇതൊക്കെ നമ്മൾ എങ്ങനെ ചെയ്തു തീർക്കും? നമ്മുടെ ചിലപ്പോൾ മക്കളെ വളർത്തുന്നതായിരിക്കും നമുക്കൊരു വലിയൊരു ഭാരം. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അവർ പോകുന്നില്ല. നമ്മൾ വിചാരിക്കും ഇന്നത്തെ രീതിയിൽ നമ്മൾ ഒത്തിരി ട്രൈ ചെയ്തു, പക്ഷെ അവർ ആ രീതിയിൽ വരുന്നില്ല. ചിലപ്പോൾ നമ്മുടെ ജോലി നമുക്കൊരു ഭാരമായിട്ട് തീരും. നമുക്ക് ഈ ജോലി ചെയ്തേ പറ്റുള്ളൂ, പക്ഷെ ചെയ്യാതെ പറ്റത്തില്ല. പക്ഷെ ജോലി നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മളെ കൊണ്ട് കഴിവില്ല. ചിലപ്പോൾ റിലേഷൻഷിപ്സ് ആയിരിക്കും, അന്യോന്യമുള്ള ബന്ധങ്ങൾ നമുക്കൊരു ഭാരമായിട്ട് തീരും. സോ ഇതിനകത്തെല്ലാം ചിലപ്പം ഇതൊന്നും കാണത്തില്ലായിരിക്കും ചിലർക്ക്. പെട്ടെന്നൊരു പ്രോബ്ലം ജീവിതത്തിലോട്ട് വന്നു, നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് അതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു കാര്യമായിരിക്കും. ഇതെല്ലാം അധ്വാനവും ഭാരം ആയിട്ട് നമുക്ക് മാറുവാൻ. എന്നാൽ കർത്താവ് എന്തോ ഇവിടെ പറയുന്നത്, എല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ. ഓക്കെ, കർത്താവ് അന്ന് ഇത് പറഞ്ഞ സമയത്ത് കർത്താവ് ഈ ഭൂമിയിൽ ജീവിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് കർത്താവ് ആരാ? കർത്താവ് ആദിയിൽ ദൈവം ഉണ്ടായിരുന്നു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. നമുക്ക് അതിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ആയിട്ട് കർത്താവ് പറയുക, ഇപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? എന്റെ അടുക്കൽ വരുവീൻ എന്ന് പറഞ്ഞാല് കർത്താവിന്റെ വചനത്തിന്റെ അടുക്കലേക്ക് വന്നാൽ മതി. കർത്താവിന്റെ വചനം, ഞാൻ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയട്ടെ, ഏത് പ്രയാസത്തിലും ഞാൻ വന്നിരുന്നു, അല്ലെങ്കിൽ എന്ത് സാഹചര്യത്തിലും ഞാനൊരു പ്രയാസം തോന്നുമ്പോൾ ഓടി വന്ന് കർത്താവിന്റെ വചനം തുറക്കും.
വചനം തുറന്ന് ഞാൻ വായിച്ചുകൊണ്ടിരുന്ന ഭാഗത്തു നിന്ന് വായിക്കും. അല്ലെങ്കിൽ കർത്താവ് എന്റെ മനസ്സിലൊരു വാക്യം തരും, ആ വാക്യം കണ്ടുപിടിച്ച് ഞാൻ വായിക്കും. ഇപ്പൊ നമുക്ക് കണ്ടുപിടിക്കാനൊന്നും ഒരു പ്രയാസം ഇല്ലല്ലോ, ഗൂഗിൾ ഉള്ളപ്പോ റെഫറൻസ് നമുക്ക് ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ മതി. അപ്പൊ ദൈവത്തിന്റെ അടുത്തോട്ട് വരിക ഇത് നമുക്ക് എളുപ്പമാക്കി തരുക തന്നിട്ടുണ്ട്. അതും കൂടെ എന്റെ അടുക്കൽ വരുവീൻ കർത്താവ് പറയുക. അപ്പം നമ്മുടെ സൊല്യൂഷൻ അവിടെ ആയിക്കഴിഞ്ഞു ഓൾറെഡി. ബാക്കി വാക്യങ്ങൾ ഞാൻ വായിക്കുക പോലും വേണ്ട. കർത്താവ് പറയുക എന്റെ അടുക്കൽ വരുവീൻ, കർത്താവിന്റെ വചനത്തിന്റെ അടുക്കൽ വരുവീൻ. അത് കഴിഞ്ഞ് കർത്താവ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എന്നോട് പഠിപ്പിൻ. 29ന്റെ അവസാനം എന്നോട് ലേൺ ഫ്രം മീ. അപ്പൊ കം ടു മീ, ലേൺ ഫ്രം മീ. കർത്താവ് എന്നിട്ട് പറയുക എന്തുകൊണ്ടാണെന്നറിയാമോ? എന്റെ മുഖം ലാസ്റ്റ് ലൈനോട് എന്റെ മുഖം മൃദുവും എന്റെ ചുമട് ലഘുവുമാകുന്നു. കർത്താവ് പറയുക ഞാൻ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ. വെറുതെ പഠിക്കാനല്ല, കർത്താവിന്റെ മുഖം ഏറ്റുകൊണ്ട്. ഇതിന്റെയൊക്കെ അർത്ഥം എന്തുവാ? ഞാനിത് വളരെ ചിന്തിക്കുമായിരുന്നു. കർത്താവ് ഒരു കാര്യവും ഏത് സിറ്റുവേഷനും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ കർത്താവ് അതിന്റെ മുഴുവൻ ഭാരവും എടുക്കാൻ തയ്യാറാണ്. നമുക്ക് സങ്കീർത്തനം 69 വാക്യമുണ്ട്, അതെല്ലാവർക്കും അറിയാമല്ലോ. അതിന്റെ 68ന്റെ 19 നാൾ തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ്, the Lord who daily bears our burdens. എന്ന് വെച്ചാൽ നമുക്ക് ഇന്നൊരു ഭാരം ഉണ്ടോ, ഇന്ന് കർത്താവ് ചുമക്കും. നമ്മുടെ ഭാരങ്ങളെ കർത്താവ് ചുമക്കുമെന്ന് എഴുതിയിരിക്കുന്നത്. ഈ പഴയ കാലത്ത് ഈ മുഖം എന്ന് പറയുന്നത് പലസ്തീനിലൊക്കെ അത് തടി കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ടെയിലർ മെയ്ഡാ. അതായത് ഏത് ഓക്സിന് അല്ലെങ്കിൽ ആ മുഖം എടുക്കുന്ന ആ കാളയ്ക്ക് എങ്ങനത്തെയാണോ അതനുസരിച്ച് ഒരു ടെയിലർ മെയ്ഡായിട്ട് അവർ ആ മുഖം ഉണ്ടാക്കുന്നത്. അപ്പം എന്നിട്ടൊരു ഒരു പ്രായം കുറഞ്ഞ ഒരു കാളയെ കൊണ്ടുവരുവാണെങ്കിൽ അതിനെ എപ്പോഴും കെട്ടുന്നത് പ്രായമുള്ള ഒരു കാളയുടെ കൂട്ടെയാണ്. അപ്പൊ ആ എക്സ്പീരിയൻസ്ഡ് കാള മറ്റേതിനെ അതിന്റെ കൂടുതൽ ഭാരം അതെടുത്ത് മറ്റേതിനെ പഠിപ്പിക്കും എങ്ങനെയാ ഈ മുഖം വെച്ചിട്ട് ഉഴുന്നതെന്ന്, പ്ലൗ ചെയ്യുന്നതെന്ന്. അപ്പം കർത്താവ് അത് കാളയുടെ കാര്യം അങ്ങനെയാണെങ്കിൽ കർത്താവ് പറയുക ഞാൻ നിന്റെ നിനക്ക് ആ ഭാരം ഉണ്ടോ, എന്റെ അടുത്ത് കൊണ്ടുവാ, എന്റെ അടുക്കൽ വാ, ലേൺ ഫ്രം മീ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? അപ്പൊ നിനക്ക് എന്ത് കിട്ടും? എന്നെ ആക്ച്വലി ചിന്തിപ്പിച്ച വാക്യം ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇംഗ്ലീഷിലാണ് അത് എനിക്ക് ഇച്ചിരി ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നുന്നത്. ഐ വിൽ ഗിവ് യു റെസ്റ്റ്. അത് കഴിഞ്ഞ് 29ാമത്തെ വാക്യത്തിലെ ലാസ്റ്റിൽ യു വിൽ ഫൈൻഡ് റെസ്റ്റ് ഫോർ യുവർ സോൾ. നമുക്ക് എപ്പോഴും വേണ്ടിയ ഒരു കാര്യമാണ് റെസ്റ്റ്. റെസ്റ്റ് ഉണ്ടെങ്കിൽ ബാക്കി എല്ലാം ഉണ്ട്. ഏത് സിറ്റുവേഷനിലും എങ്ങനെയാണ് നമുക്ക് റെസ്റ്റ് കിട്ടുന്നത്? കർത്താവിന്റെ അടുക്കൽ വരുമ്പോൾ തീർച്ചയായിട്ടും ആ റെസ്റ്റ് കിട്ടും. കർത്താവ് ആ ഭാരവും ആ അധ്വാനവും എടുത്തിട്ട് കർത്താവ് ഇതിനെ എളുപ്പമാക്കി തരും. അപ്പം തിരിച്ച് ഞാൻ പറഞ്ഞോട്ടെ, നമുക്കത് ഇപ്പോഴും വലിയ താങ്ങാൻ പറ്റാത്ത ഭാരമായിട്ട് തോന്നുവാണെങ്കിൽ അതിന്റെ അർത്ഥം നമ്മളത് കർത്താവിന് കൊടുത്തിട്ടില്ല. നമ്മൾ കൊടുത്താലേ കർത്താവിന് എടുക്കാൻ പറ്റുള്ളൂ. കർത്താവ് പറഞ്ഞിരിക്കുന്നത് കം ടു മീ, എൻ്റെ അടുത്ത് വരിക ആദ്യം, ലേൺ ഫ്രം മീ, എന്നോട് പഠിപ്പീൻ. കർത്താവ് എങ്ങനെയാ ഈ കാര്യങ്ങൾ ചെയ്യുക? ഞാൻ പഠിപ്പിച്ചു തരാം. ഞാൻ എല്ലാ ദിവസവും രാവിലെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എനിക്കറിയത്തില്ല ഇതൊക്കെ പേഷ്യന്റ് ആയിരിക്കും വരാൻ പോകുന്നത്, കർത്താവിന് മാത്രമേ അറിയത്തുള്ളൂ. അപ്പൊ ഞാൻ സാധാരണ ഒ.പിയിൽ നിന്നും തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം പറയും, കർത്താവെ വിസ്ഡം ഞങ്ങൾക്ക് തരണേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണേ. എങ്ങനെയാ ആ കർത്താവ് അങ്ങനെ തരുന്നത് ഞങ്ങൾ അതിശയമായിട്ട് കാണും. കാരണം ഓരോ പേഷ്യന്റും ഡിഫറെന്റാ. ഇങ്ങനെയാ അവരെ ഹാൻഡിൽ ചെയ്യേണ്ടത്, ഏത് മരുന്നാ കൊടുക്കേണ്ടത്, എന്ത് അഡ്വൈസാ കൊടുക്കേണ്ടത്, കർത്താവ് ഓർപ്പിച്ചു തരും. അപ്പൊ നമ്മുടെ ചിലപ്പോൾ നമ്മുടെ സ്റ്റുഡന്റ് ആയിരിക്കും, എക്സാംസിന് പഠിക്കുമായിരിക്കും, നമുക്ക് അറിയത്തില്ല, ഒത്തിരി ഉണ്ട് പഠിക്കാൻ കൂടുതൽ, എങ്ങനെ ഇത് തീർക്കും, എങ്ങനെ പഠിച്ചു തീർക്കും, വലിയൊരു ബേർഡൻ അല്ലേ. ജസ്റ്റ് ഗോ ടു ഗോഡ്സ് വേർഡ്. ദൈവത്തിന്റെ വചനത്തിന്റെ അടുത്തോട്ട് പോവാം. ഞാൻ ഇത് വായിച്ചപ്പോ ഞാനൊരു വാക്യം മനസ്സിലായി. യെരമ്യാവ് 6:16. ഈ വാക്യം ഞാൻ ആക്ച്വലി ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. ഈ കോണ്ടെക്സ്റ്റിൽ വായിച്ചപ്പോഴാണ് മനസ്സിലായത്. ഞാൻ അതൊന്ന് വായിക്കാം. യെരമ്യാവ് 6:16. Thus says the Lord, stand by the ways and see, ask for the ancient paths, where the good way is, and walk in it, and you will find rest for your souls. Same verse, you will find rest. Find where the good way is, but they said we will not walk in it. മലയാളം എടുത്താല് യെരമ്യാവ് 6:16. ഓക്കെ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് പഴയ പാതകളെ നോക്കി ചോദിച്ച് അതിൽ നടപ്പീൻ, എന്നാൽ നിങ്ങളുടെ മനസ്സിന് വിശ്രാമം ലഭിക്കും. അവരോ ഞങ്ങൾ അതിൽ നടക്കയില്ല എന്ന് പറഞ്ഞു. അതിന്റെ അടുത്ത വാക്യം നോക്കി, ഞാൻ നിങ്ങൾക്ക് കാവൽക്കാരെ ആക്കി
കാഹളനാദം ശ്രദ്ധിപ്പീൻ എന്ന് കൽപ്പിച്ചു, എന്നാൽ അവർ ഞങ്ങൾ ശ്രദ്ധിക്കയില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഭാരം താങ്ങാൻ പറ്റാത്തതാവാത്തോണ്ട് കർത്താവ്, എന്തുകൊണ്ടത്? കർത്താവ് പറയുന്നത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാ, കർത്താവ് പറയുന്ന വഴിയിൽ പോവാത്തോണ്ടാ. ഓ, കാരണം ലാസ്റ്റ് വേഴ്സ് നമ്മൾ വായിച്ചായിരുന്നു 11-ന്റെ 11-28 അവസാനം പറഞ്ഞിരിക്കുന്ന വാക്യം, അല്ല സോറി 30 എന്റെ മുഖം മൃദുവും എന്റെ ചുമട് ലഘുവുമാകുന്നു. അപ്പൊ ഏതെങ്കിലും സമയത്ത് നമ്മുടെ ജീവിത വഴിയില് ഏതെങ്കിലും നമുക്കുള്ള കാര്യങ്ങൾ നമുക്ക് ഭാരമായിട്ട് തോന്നുവാണെങ്കിൽ, മൃദുവല്ലാതെ തോന്നുവാണെങ്കിൽ, ഒന്നുകിൽ അത് കർത്താവ് ഏൽപ്പിച്ചതല്ല, നമ്മൾ തന്നെ ആവശ്യമില്ലാതെ ഏറ്റെടുത്ത ഒരു കാര്യമായിരിക്കും. അല്ലെങ്കിൽ രണ്ടാമത്തെ കാരണം നമ്മൾ കർത്താവിന് അത് വിട്ടുകൊടുക്കുന്നില്ല ഭാരം. നമ്മൾ യെരമ്യാവിൽ വായിച്ചല്ലോ, ഇസ്രായേൽ മക്കൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യം അവര് ആ കർത്താവ് കാണിച്ച വഴിയിൽ നടക്കാൻ ഞങ്ങൾ അതിൽ നടക്കയില്ല എന്ന് പറഞ്ഞു, ഞങ്ങൾ ശ്രദ്ധിക്കയില്ല എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ വചനം അത് നമ്മുടെ ഭാരങ്ങൾ ലൈറ്റ് ആക്കാൻ നോക്കുമ്പോൾ ദൈവം നമുക്ക് ആ വഴി നമ്മൾ പാത കാണിച്ചു തരുമ്പോൾ നമ്മൾ അത് നടക്കയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്താലാണ് ഈ അനുഭവം നമുക്ക് വരാത്തതെന്ന് മനസ്സിലാവുമായിരുന്നു. എനിക്ക് വാക്യം വായിക്കുമ്പോൾ ഞാൻ ഇന്നലെ വൈകിട്ട് ഒരു പ്രത്യേക കാര്യത്തെ പറ്റി ഒത്തിരി ഭാരപ്പെട്ട് എനിക്ക് അതിന് ഒരു രീതിയിലും സൊല്യൂഷൻ ഇല്ല. അപ്പൊ ഞാൻ ഉടനെ എന്ത് ചെയ്തു, ഈ കാര്യം ഒന്ന് ചെയ്തു. എന്തുവാ? ആ ഭാരം കർത്താവിനെ ഏൽപ്പിച്ചു. എന്റെ മനസ്സ് ഫുൾ റെസ്റ്റായി. എന്താണ് നമ്മുടെ എല്ലാ ലൈഫ് സിറ്റുവേഷൻസിലും വളരെ പ്രാക്ടിക്കലാ. ഏതെങ്കിലും കാര്യം, ചിലപ്പോൾ റിലേഷൻഷിപ്സ് ആയിരിക്കും, ഞാൻ പറഞ്ഞല്ലോ, പേരൻസിന്റെ കൂടെ ആയിരിക്കും, ചിൽഡ്രന്റെ കൂടെ ആയിരിക്കും, വേറെ ഫ്രണ്ട്സിന്റെ കൂടെ ആയിരിക്കും. ആ കാര്യം കർത്താവിനെ ഏൽപ്പിച്ചിട്ട് കർത്താവിന്റെ അടുത്ത് വാ, കർത്താവിന്റെ വചനത്തിന്റെ അടുത്ത് വാ. അത് ഏൽപ്പിച്ച് കഴിയുമ്പം കർത്താവ് പറയുക, ഞാനത് നിനക്ക് മൃദുവും ലഘുവുമാക്കാൻ നോക്കിയിരിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കുള്ള ദൈവത്തിന്റെ വചനമായത്. അതായത് നമുക്ക് എന്ത് പ്രയാസം ഉണ്ടെങ്കിലും കർത്താവിന്റെ അടുത്ത് വാ. കർത്താവ് അത് ലഘുവാക്കുമെന്ന് പറഞ്ഞാല് അത് ചെയ്യാതെ ഇരിക്കുവോ? കർത്താവ് നമുക്ക് കുഞ്ഞുങ്ങളെ വളർത്തുന്ന കാര്യത്തിലായിരിക്കും ചിലപ്പം കർത്താവ് 1-2 പ്രോമിസ് തന്നതായിരിക്കും. അത് നമ്മൾ വിശ്വസിക്കാമോ? ഞാൻ എപ്പോഴും ഞാൻ കുഞ്ഞുങ്ങളെ വളർത്തുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കുന്ന 2 പ്രോമിസ് ഞാൻ പറഞ്ഞോട്ടെ. കർത്താവ് പറയുക 56 യെശയ്യാവ് 54-13 നിന്റെ എല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും നിന്റെ മക്കളുടെ സമാധാനം വലിയതുമായി. 4 മക്കൾ അദ്ദേഹം തന്നിരിക്കുന്നത്. കർത്താവ് പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചോണ്ട്, അയ്യോ ഇയാൾ ഇങ്ങനെയാ, എങ്ങനെ ആകും? കർത്താവ് പറയുക, നിന്റെ മക്കൾ എല്ലാവരും കർത്താവ് കള്ളം പറയത്തില്ല. കർത്താവ് എന്തോ പറയുന്നത്? അവര് യഹോവ അവരെ ഉപദേശിക്കും. ചിലപ്പോൾ നീ ഉപദേശിക്കുന്നത് കേൾക്കുന്നില്ലായിരിക്കും, പക്ഷെ കർത്താവ് യഹോവ അവരെ ഉപദേശിക്കും. നിന്റെ മക്കളുടെ സമാധാനം വലുതാകും. ആണെങ്കിൽ അത് തന്നെ നമ്മൾ കൺഫ്യസ് ചെയ്തുകൊണ്ടിരിക്കണം. എല്ലാ സമയത്തും നമ്മൾ അത് കൺഫ്യസ് ചെയ്യണം. നമ്മുടെ വായ കൊണ്ട് നമ്മൾ നമ്മൾ കാണുന്നത് ചിലപ്പം അങ്ങനെ ആയിരിക്കത്തില്ല, പക്ഷെ നമ്മൾ വായ കൊണ്ട് അത് പറയണം. കർത്താവ് ഇങ്ങനെയാ സംഭവിക്കാൻ പോകുന്നത്, ഇപ്പൊ ഞാൻ കാണുന്ന ഇങ്ങനെ ആയിരിക്കും, പക്ഷെ ഇങ്ങനെ അല്ല സംഭവിക്കാൻ പോകുന്നത്. ദൈവം ചെയ്യും. ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുക, യെശയ്യാവ് 54 വായിച്ച, ഇനി 59 അവസാനത്തെ വാക്യം. ഞാൻ അവരോട് ചെയ്തിരിക്കുന്ന നിയമമോ ഇതാകുന്നു എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. നിന്റെ മേലുള്ള എന്റെ ആത്മാവും നിന്റെ വായിൽ ഞാൻ തന്ന എന്റെ വചനങ്ങളും നിന്റെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും ഇന്നു മുതൽ ഒരു നാളും വിട്ടുപോകുകയില്ല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ഇതിനേക്കാട്ടിലും ഒരു ബ്ലെസ്സഡ് വാക്യം നമുക്ക് കിട്ടാൻ പറ്റുമോ? ഇവിടെ ഞാൻ വായിക്കാം, അത്രയ്ക്ക് മനോഹരമാണ്. നിന്റെ മേലുള്ള എന്റെ ആത്മാവും നിന്റെ വായിൽ ഞാൻ തന്ന എന്റെ വചനങ്ങളും നിന്റെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും ഇന്നു മുതൽ ഒരു നാളും വിട്ടുപോകുകയില്ല. അപ്പം നമ്മുടെ വായിൽ ആ വചനം ഉണ്ടെങ്കിലേ ഇത് നടക്കുള്ളൂ. ഇപ്പൊ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ കാണുമ്പോൾ നമ്മൾ നെഗറ്റീവായിട്ട്, അയ്യോ ഇതെന്താ ഇങ്ങനെ, അയ്യോ അതെന്താ അവരങ്ങനെ, അയ്യോ ഈ പ്രോബ്ലം എന്താ ഇങ്ങനെ എന്താ എനിക്ക് മാത്രം എപ്പോഴും വരുന്നത്, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പറ്റത്തില്ല പ്രിയപ്പെട്ടവരെ. എന്നാൽ നമ്മൾ പറയുക, ഈ സിറ്റുവേഷൻ നമ്മുടെ കുടുംബത്തില് സിറ്റുവേഷൻ ഇങ്ങനെ ആയിരിക്കും, പക്ഷെ കർത്താവ് ഇതാ ചെയ്യാൻ പോകുന്നത്. കർത്താവിന്റെ പ്രോമിസ് ആയത്. കർത്താവ് അത് ചെയ്യും. ഏത് സിറ്റുവേഷൻ വന്നാലും കർത്താവ് എന്റെ ഈ ഭാരത്തെ ഒക്കെ പറയണം. ഫാമിലി മെമ്പേഴ്സിന്റെ മുമ്പിൽ പറയണം, എന്റെ കർത്താവ് നമ്മുടെ ഈ ഭാരത്തെ മൃദുവായും ലഘുവായും ചെയ്യണം. നമുക്ക് കർത്താവിന്റെ അടുത്തോട്ട് കുടുംബമായിട്ട് പോവാം. നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കാം.
എന്നിട്ട് കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് ഇത് മാത്രമേ പ്രതീക്ഷിക്കാവൂ. എന്റെ സിസ്റ്റർ എനിക്കൊരു ചെറിയ വാക്യം ഇങ്ങനെ വേഴ്സ് ഞാൻ എന്റെ ഹോസ്പിറ്റൽ OP-യിൽ തൂക്കിയിട്ടു. ഞാൻ അതിങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഗിവ് യുവർ പ്രോബ്ലം ടു ഗോഡ് ആൻഡ് ഗോ ടു സ്ലീപ്. ബ്യൂട്ടിഫുൾ അത്. അതായത് കർത്താവിന് ആ പ്രോബ്ലം കൊടുത്തിട്ട് അങ്ങ് ഉറങ്ങിക്കോ. ഞാൻ റെഗുലറായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് പറയുന്നത്. ഇതിന് ടൈം ടെസ്റ്റഡാ. നമ്മൾ ഭാരം ചുമന്നുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. കർത്താവ് നമ്മുടെ ഭാരം ചുമക്കാനായിട്ട് വില്ലിങ്, ഏത് ഭാരമായാലും. നമ്മളെ സഹായിക്കട്ടെ. എന്നാൽ നമ്മളെ യെരമ്യാവ് 6-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഞാൻ ശ്രദ്ധിക്കയില്ല, ഞാൻ നടക്കയില്ല എന്ന് പറഞ്ഞാൽ കർത്താവ് ഒന്നും ചെയ്യാൻ പറ്റില്ല. കർത്താവ് നമ്മളെ ഫോഴ്സ് ചെയ്യത്തില്ല പ്രിയപ്പെട്ടവരെ. കർത്താവ് മാടി വിളിച്ച് കൈ രണ്ട് നീട്ടി വെയിറ്റ് ചെയ്യുക. നമ്മൾ എന്റെ അടുക്കൽ വരുവിൻ. എല്ലാവരും എന്ത് തെറ്റ് ചെയ്താലും, എത്ര ദൈവത്തിനെ വിട്ടിട്ട് ഇത്രയും ദിവസം നടന്നാലും കർത്താവ് പറയാം, എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ. കർത്താവിന്റെ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഞാനൊരു ചെറിയ കാര്യം പറഞ്ഞാല്, ഞാൻ ഇന്ന് രാവിലെ ഇവിടെ ഇതിനു വേണ്ടി മീറ്റിങ്ങിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ചുറ്റും ഭയങ്കര ബഹളമായിരുന്നു. ആക്ച്വലി ഇവിടെ ഒരു എൻഗേജ്മെന്റ് ഉണ്ട് ഇന്ന്. അപ്പൊ അതിന്റെ കസേര കൊണ്ടിടുന്നു, ഭയങ്കര ബഹളം. ഞാൻ ഓർത്തു, കർത്താവെ മീറ്റിങ്ങിന്റെ ഇടയ്ക്ക് ഇത് ഡിസ്റ്റർബൻസ് ആവുമല്ലോ, കാരണം ഞാൻ ഇരിക്കുന്ന റൂമിന് തൊട്ട് വെളിയില. ഞാൻ ആ ഭാരം കർത്താവിന് കൊടുത്തു. ഞാൻ ചിന്തിക്കുമായിരുന്നു, ഇത്രയും സമയം അതിന്റെ ശബ്ദം വന്നതേയില്ല. ഭാരം കർത്താവിന്റെ അടുത്ത് കൊടുത്തേച്ച് നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റും. നമുക്ക് അങ്ങനെ ആ റെസ്റ്റ്, കർത്താവ് തന്ന റെസ്റ്റ് നമുക്ക് എടുക്കാം. കർത്താവ് പറയാ, കർത്താവ് രണ്ട് കാര്യം, ഐ വിൽ ഗിവ് യു റെസ്റ്റ്, യു വിൽ ഫൈൻഡ് റെസ്റ്റ്. ഇനി എന്താ നമുക്ക് വേണ്ടത്? നമുക്ക് കർത്താവിൽ ആശ്രയിക്കാം. നമുക്ക് ആ റെസ്റ്റോടെ ജീവിക്കുന്ന കാണുമ്പോൾ അനേകം നമ്മുടെ പ്രോബ്ലംസ് നമുക്ക് തന്നിരിക്കുന്നത്, നമ്മൾ അതിൽ റെസ്റ്റ് കിട്ടിയിട്ട് മറ്റുള്ളവർക്ക് വഴികാട്ടിയായിട്ട്, മറ്റുള്ളവർക്ക് ആശ്വാസം പകരാൻ വേണ്ടിയാ. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആർക്കെങ്കിലും പ്രാർത്ഥിച്ച വചനം അവസാനിപ്പിക്കും. കർത്താവേ, പ്രാവശ്യം കൂടെ അങ്ങയുടെ വചനം കേൾക്കാൻ എന്ന സമയത്തിന് നന്ദി പറയുന്ന കർത്താവേ, ഈ പുതിയ വർഷത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ ഭാഗത്തിരിപ്പാൻ ഒരാഴ്ച കൂടെ തന്നതിനായ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. മമ്മിക്ക് വചനം കൊടുത്തതിനായ സ്തോത്രം. എന്റെ കാലം കർത്താവെ യഹോവയിൽ വെക്കാനായിട്ട് ഞങ്ങളുടെ ആഹ്വാനം ചെയ്തല്ലോ കർത്താവെ. പലപ്പോഴും ഞങ്ങൾ അത് വിപരീതമായിട്ടാണ് പലപ്പോഴും ചെയ്തു പോകുന്നത് കർത്താവെ. കുറെ ഞങ്ങൾ ക്ഷമിക്കണം. ദിവസങ്ങളിൽ കർത്താവെ ഏത് കാര്യമാണെങ്കിലും കർത്താവിന്റെ ഭാഗത്തിലേക്ക് ഏൽപ്പിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തന്നെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ടനുസരിച്ച് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും വരുന്ന കൂടി വരുന്നവരെ ഞങ്ങളെ അവിടെ ഇവിടങ്ങളായി പരിപാലിക്കുന്ന വിധം സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഇപ്പൊ ഞങ്ങൾ പിരിയാത്ത സാധനങ്ങൾ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രാർത്ഥന സ്തോത്രം എല്ലാം കേൾക്കണമേ. ആമേൻ. Praise the Lord.